തമിഴകത്തിന്റെ ദളപതിയായി 3 പതിറ്റാണ്ടുകാലം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞുനിന്ന വിജയ് സിനിമാ ജീവിതത്തിന് ഇടവേള നൽകി രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവസാനമായി വിജയിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ചിത്രമാണ് ജനനായകൻ. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന ടാഗ്ലൈനോടെയാണ് ജനനായകൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിനെ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. ദളപതിയുടെ അവസാന ചിത്രം ആരാധകർക്ക് വിരുന്നാകുമെന്നാണ് ട്രെയിലർ കണ്ടവർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ട്രെയിലറിനെതിരെ ട്രോളുകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയുടെ റീമേക്കായാണ് ജനനായകൻ ഒരുങ്ങുന്നത്. എന്നാൽ കംപ്ലീറ്റ് റീമേക്കല്ലെന്നും രണ്ടാം പകുതിയിൽ വ്യത്യാസമുണ്ടാകുമെന്നും ട്രെയിലർ സൂചന നൽകുന്നുണ്ട്. റീമേക്കിനൊപ്പം വിജയുടെ രാഷ്ട്രീയ പ്രസ്താവനകളും ജനനായകനിലുണ്ടാകുമെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ പലയിടത്തും വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ റെഫറൻസ് ഉണ്ടെന്നും പലരും കണ്ടെത്തിയിട്ടുണ്ട്. വിജയുടെ കഥാപാത്രത്തിന്റെ പേരാണ് ഇതിൽ പ്രധാനം. ദളപതി വെട്രി കൊണ്ടാൻ എന്നാണ് വിജയുടെ പേര്. ചുരുക്കിയെഴുതുമ്പോൾ TVK എന്നാണ് ലഭിക്കുന്നത്. ജനനായകനിലുടനീളം TVK റെഫറൻസ് ഉണ്ടാകുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ട്രെയിലറിലെ ഒരു ഫ്രെയിമിൽ 2 ആനകൾക്ക് നടുവിലൂടെ വിജയ് വരുന്ന രംഗവും ചർച്ചയായി മാറി. TVKയുടെ ചിഹ്നം റീക്രിയേറ്റ് ചെയ്തതാണ് ഇതെന്നു പറയുന്ന പോസ്റ്റുകൾ ഇതിനോടകം വൈറലായി. രാഷ്ട്രീയത്തിൽ താൻ ഇനിയങ്ങോട്ട് സ്ഥിരമാണെന്ന് പറയാതെ പറയുന്ന ഡയലോഗും ട്രെയിലറിൽ കാണാനാകും. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം രംഗങ്ങൾ ഉൾപ്പെടുത്തിയതെന്നും ആരോപണങ്ങളുണ്ട്. ഭഗവത് കേസരിയുടെ റീമേക്ക് രംഗങ്ങളും ഇതിനോടകം ട്രോളന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. വിജയുടെ ഏറ്റവും വലിയ ഹിറ്റായ ലിയോയോടൊപ്പം റിലീസായ ചിത്രമാണ് ഭഗവത് കേസരി. ബോക്സ് ഓഫീസിൽ 100 കോടിയിലേറെ കളക്ഷൻ നേടിയ ചിത്രം ബാലകൃഷ്ണയുടെ കരിയറിലെ മികച്ച സിനിമകളിലൊന്നായാണ് ആരാധകർ കണക്കാക്കുന്നത്. തെലുങ്കിൽ ഹിറ്റായ ഭഗവത് കേസരി തമിഴിൽ റീമേക്ക് ചെയ്യുന്നത് പോരാതെ അത് തെലുങ്കിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിനെയും ട്രോളുന്നുണ്ട്. ബാലകൃഷ്ണയ്ക്കൊപ്പം സംഗീത സംവിധായകൻ തമനും മാക്സിമം പണിയെടുത്ത് ഭഗവത് കേസരിയുടെ റേഞ്ചിൽ ജനനായകന് എത്താനാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. അവസാന ചിത്രം റീമേക്ക് ആക്കുന്നതിന് പകരം നെൽസൺ, ലോകേഷ്, അറ്റ്ലി ഇവരിൽ ആരെയെങ്കിലും വെച്ച് ചെയ്തുകൂടെയെന്നും പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ എത്ര ട്രോളുകൾ വന്നാലും വിജയ് ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റുമെന്നാണ് ആരാധകർ പറയുന്നത്.